ഹായ് ഹലോ. നമ്മുടെ നാട്ടിലെ വെണ്ടയ്ക്ക, ഇംഗ്ലീഷുകാരുടെ ലേഡീസ് ഫിംഗർ. നമുക്കിന്നൊരു നാടൻ വിഭവം ആയാലോ? വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയത്. അതിനായിട്ട് ടെറസിൻ്റെ മുകളിൽ നിന്ന് ഇന്ന് എനിക്ക് കുറച്ച് വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട്. വളരെ ചെറിയ രീതിയിലാണ് ടെറസിൻ്റെ മുകളിൽ വെണ്ടയ്ക്ക കൃഷി ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഈ കാണുന്നത്. ആഫ്രിക്കയിലാണ് വെണ്ടയ്ക്കയുടെ ജന്മദേശം വരുന്നത്. ഇപ്പോൾ എല്ലായിടത്തും വെണ്ടയ്ക്ക സുലഭമായിട്ട് കൃഷി ചെയ്തു വരുന്നുണ്ട്. കണ്ണിൻ്റെ കാഴ്ചയ്ക്കും മുടി വളരാനും അനേകം ധാതുക്കളും അതേപോലെ വിറ്റാമിൻസുകളും അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറി വിഭാഗമാണ് വെണ്ടയ്ക്ക അഥവാ ലേഡീസ് ഫിംഗർ. വെണ്ടയ്ക്ക് 2 കളറായിട്ട് വരുന്നുണ്ട് അല്ലേ? ഒരു പച്ച കളറും പിന്നൊന്ന് ചുമന്ന കളറും. അതിന് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. മെഴുക്ക് വരട്ടി. ആദ്യം തന്നെ കുറച്ച് സവാളയാണ് എടുത്തേക്കുന്നത്. സവാള ഇതേപോലെ കനം കുറഞ്ഞ് നല്ല നീളത്തിലൊന്ന് കീറിയെടുക്കണേ. പിന്നെ രണ്ടാമത് എടുത്തത് പച്ചമുളകാണ്. പച്ചമുളക് 2ആയിട്ട് കീറി 2ആയിട്ട് മുറിച്ചെടുത്തു. അതേപോലെ തന്നെ കുറച്ച് വെണ്ടയ്ക്ക ഇതേപോലെ ഒന്ന് വലുപ്പത്തിൽ ചെറുതായിട്ടൊന്ന് മുറിച്ചാണ് ഇട്ടേക്കുന്നത്. ആവശ്യത്തിന് കറിവേപ്പില. ഇനി പാൻ ചൂടാക്കുക. അതിലേക്ക് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം നമുക്ക് കടുകുമണികൾ ഇട്ട് കൊടുക്കാം. കടുകുമണികൾ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കിടാന്ന് പൊട്ടി വരുന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ സവാള എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അടിയിൽ പിടിക്കാതെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. വെള്ളം നമ്മൾ ചേർക്കുന്നില്ല, കാരണം വെണ്ടയ്ക്കയിൽ ഓൾറെഡി ഒരു ജലാംശം ഉള്ളതുകൊണ്ട് നമ്മൾ വെള്ളം കൂടി ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക നന്നായിട്ട് കുഴഞ്ഞു വരും. പിന്നെ നന്നായിട്ട് വെള്ളം തോന്നിയതിന് ശേഷം മാത്രം വെണ്ടയ്ക്ക അരിയുക. വെണ്ടയ്ക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങ ചെരുകിയതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് അൺവീ ദ ഡ്രീം വേൾഡ്.